ഹായ് കൂട്ടുകാരെ, അസ്സാം വലൈക്കും. എല്ലാവരും എന്നാ പറയുന്നു? സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? രാഹത്താണോ? കമൻറ്റ് കേട്ടോ. ഞാനിവിടെ വന്നിരുന്നിട്ട് വെറുതെ ഒന്ന് യൂട്യൂബ് എടുത്ത് നോക്കിയത്. അപ്പോൾ ഷാജിദ തകർക്കുന്ന ഒരു ലൈവ് കണ്ടേ. ഞാൻ ലൈവ് കണ്ട് ആ കുട്ടിയുടെ വായിരിക്കുന്നത് അത്ര ഇങ്ങനെ കേട്ടിട്ട് ഇങ്ങനെ സ്റ്റക്കടിച്ചൂടെ ഇരിക്കുവാണ്. എന്തൊക്കെയാ പറയുന്നേന്നൊരു ബോധമൊന്നുമില്ല. നമ്മൾ നമ്മുടെ നാവിനെ സൂക്ഷിക്കുക. നാവുള്ളപ്പോൾ നമ്മൾ എന്തോ അങ്ങ് പറയും. ദേഷ്യം കൊണ്ടായിരിക്കാം ചിലപ്പോൾ പറയുന്നവരോടുള്ള. എന്നാലും നമ്മൾ മിനിമം കൺട്രോൾ. വാക്കുകൾ അത്രയ്ക്ക് മോശമാവുന്നു കേട്ടോ. ഷാജിദ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ കണ്ടു നോക്കുന്നതായാലും. ഷാജിദ, നീ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. എന്താന്ന് വെച്ചാൽ നമ്മളെ വീട്ടിലെ കാര്യം കൊണ്ട് പബ്ലിക്കിൽ ഇട്ടതിന് ശേഷം ഉമ്മയെ പറ്റിയിട്ടും അനിയത്തിമാരെയൊക്കെ പറ്റിയിട്ടാണ് കൂടുതലും പറഞ്ഞിട്ടില്ല. അപ്പോൾ അവര് സമൂഹം കാണുന്നത് എങ്ങനെയാണെന്ന് അവർക്കൊരിതുണ്ടാവും. അപ്പോൾ അത് കാരണമായിരിക്കും അവർ വന്നിട്ട് താങ്കളെ പറ്റിയിട്ട് പറഞ്ഞത്. അതായത് കേസിൻ്റെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞത്. അപ്പോൾ എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള കാര്യങ്ങൾ പബ്ലിക്കിൽ കൊണ്ടുവരാതെ, നിങ്ങളിപ്പോൾ പറയുന്നുണ്ട് ഈ ലൈവിൽ ഞാനും എൻ്റെ ഉമ്മായും അനിയത്തിമാരുമായിട്ടുള്ള വിഷയം അത് നമ്മൾ ഇതാക്കും. എന്തിന് പിന്നെ ഇതിൽ കൊണ്ടുവന്നു? പബ്ലിക്കിൽ കൊണ്ടുവരുമ്പോൾ അത് കാണുന്നവർക്ക് അതിന് പറയാനുള്ള അഭിപ്രായം പറയാൻ ഇതുണ്ട്. അത് സമൂഹം അങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ ഒരു സംഭവം ചെയ്യുമ്പോൾ സമൂഹത്തിലോട്ട് ഇറങ്ങിയിട്ട് ചെയ്യുമ്പോൾ ആൾക്കാർ മിണ്ടാണ്ടിരിക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ നമ്മളെന്താ പല്ലിക്കുത്തി നാറ്റിച്ചിട്ട് മറ്റേ ആളിങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു അവർ റിയാക്ട് ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഫസ്റ്റൊക്കെ തനിക്ക് വരുന്ന റിയാക്ഷൻ വീഡിയോസ് താൻ ഈ പറയുന്ന കാര്യം തന്നെ വീണ്ടും ആൾക്കാർ തന്നിലേക്ക് പറഞ്ഞു തരുവാണ്. തൻ്റെ വീട്ടിലെ കാര്യം വന്ന് ഇവിടെ പറയല്ലേ 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 എന്ന് പറഞ്ഞ റിയാക്ഷൻ വീഡിയോസാണ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ. പിന്നെ തൻ്റെ തെറിവിളിയും കാര്യങ്ങളും കേട്ടപ്പോഴാണ് എല്ലാവരും മാറിയത്. താൻ റീച്ചിന് വേണ്ടിയാണോ അതോ താൻ സ്വാഭാവികമായിട്ട് ഇങ്ങനെയാണോ എന്നൊന്നും നമുക്കറിയത്തില്ല. നമ്മൾ ഈ കാണുന്നതാണ്, തന്നെക്കുറിച്ച് മനസ്സിലാക്കുന്ന കാര്യമാണ് റിയാക്ഷനായിട്ട് പലരും ചെയ്യുന്ന വീഡിയോസ്. ഇപ്പം തന്നെ അതേ വന്നിട്ട് കൈസിനെ പറയുന്നുണ്ട്. കൈസിനെ പറയേണ്ട യാതൊരു കാര്യം, കൈസിനെ എന്തൊക്കെയാണ് ഈ പറയുന്നത്? കൈസിനെ പറയേണ്ട യാതൊരു കാര്യമില്ല. ഇയാളെ ഉമ്മ തന്നെ കൈസിനെ വിളിച്ചിട്ട് പറഞ്ഞ കാര്യം അവർ പുറത്ത് വിട്ടു. അതിനിപ്പോൾ കൈസിൻ്റെ അടുത്ത് ചൂടായിട്ട് എന്താ കാര്യം? എന്തൊക്കെയാണ് ഈ പറയുന്നത്? കൈസിന് നമ്മൾ മരണത്തിൻ്റെ കാര്യം പോലും പറയുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ഇവർ പറഞ്ഞു എന്നും പറഞ്ഞ് അവരെ വെല്ലുവിളിച്ചും അതിനായിട്ട് സംഭവങ്ങൾ തിരക്കിയും അതിനായിട്ടുള്ള തെളിവുകൾ തിരക്കി നടക്കാതെ സ്വന്തം കാര്യം നോക്കി പോവുക. എന്താ പറയുക, രണ്ട് കൈകളും തമ്മിൽ കൂട്ടിമുട്ടുമ്പോഴാണ് നമ്മുടെ സൗണ്ട് ഉണ്ടാവുന്നത്. അപ്പോൾ പിന്നെ രണ്ട് കൈകൾ കൂട്ടിമുട്ടുമ്പോഴേ അതുപോലെ രണ്ടാൾക്കാർ തമ്മിൽ ഇതാവുമ്പോഴാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. നമ്മളെന്ത് ചെയ്യുക? ക്ഷമ. പഠിച്ചവൻ പറഞ്ഞേക്കുന്നതാണ് ക്ഷമ എന്നൊരു സാധനം. പിന്നെ ഇയാളുടെ അടുത്ത് പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ല. എന്നാലും ഞാൻ പറയുന്നതേ ഉള്ളൂ. വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ. 2 മീനാ? നിനക്ക് 10,000 മീൻ? 2 മീനല്ല, 10,000 തരാം. എന്താണ് നിങ്ങളെ വിശേഷങ്ങള്? കാസർഗോഡ് ഷാജി എന്താടാ ചങ്ങായെ? ഷാനെ ഇസ്മയിൽ മലയാളി. മോൻ്റെ അസുഖം പെട്ടെന്ന് സുഖമാകട്ടെ, ഞാൻ പ്രാർത്ഥിക്കാം. ഓക്കെ. നല്ല പനി. ഇന്നലെ രാത്രി നല്ല 100 ഡിഗ്രിന്ന് മുകളിൽ പനി ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ ഞാൻ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഇട്ടാ പനിയായിട്ട് എത്ര ആൾക്കാരാണെന്നറിയോ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വന്നിരിക്കുന്നത്. നല്ല മരുന്നാണേ, പക്ഷെ പനിയില്ലേ. മരുന്ന് കൊടുക്കുമ്പോൾ മാറണ്ട് വീണ്ടും വരുന്നുണ്ട്. എന്താണെന്നറിയില്ല. 2 ദിവസം ഉണ്ടാവും, 3 ദിവസം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഫുഡ് കഴിക്കാനൊക്കെ വൈകി മക്കളെ. അപ്പം നിങ്ങളോടൊരു സന്തോഷ വാർത്ത പറയാനുണ്ട്. നമ്മൾ ഷോപ്പ് തുടങ്ങാൻ പോകുന്നേ. ഷോപ്പ് 2-ാം തീയതി ഉദ്ഘാടനമാണ്. എല്ലാവരും ക്ഷണിക്കുന്നേ. ലൈവ് ഇട്ടിട്ട് ക്ഷണിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഷോപ്പ് 2-ാം തീയതി ഓപ്പണിംഗ് ആണ് അല്ലേ? നമ്മുടെ ഷോപ്പിൻ്റെ പണി കഴിഞ്ഞു, എല്ലാ പണിയും കഴിഞ്ഞു. നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ വരിക, എല്ലാവരെയും ക്ഷണിക്കുന്നുണ്ട് ഇൻഷാല്ലാ. പിന്നെ വേറെന്താ, നമ്മുടെ മണ്ണാർക്കാടാണ് കേട്ടോ ഷോപ്പ്. മണ്ണാർക്കാട് കോടതിപ്പടി
കോടതിപ്പടിയിൽ ചങ്ങലേരി റോഡിനാണ് ഷോപ്പ് വരുന്നത്. പിന്നെ ഓൺലൈൻ ബിസിനസ്സാണ്, ഓൺലൈൻ ഷോപ്പാണ്. അതിൻ്റെ കൂടെ നമ്മുടെ ക്രീം ഉണ്ടാവും, ഡ്രസ്സ് ഉണ്ടാവും, ലേഡീസ് ജെൻസ് കിഡ്സ് എല്ലാവരുടെ ഐറ്റംസ് ഉണ്ട്. വേണ്ട ആൾക്കാരൊക്കെ പറയാം, ഞാൻ അയച്ചു തരും സാധനം. അതല്ലാണ്ട് വേറെ എന്താ, ഈ ലൈവ് റെക്കോർഡിംഗ് ആണ്, സൈബർ സെല്ലിൽ കൊടുക്കാനുള്ളതാണ് കേട്ടോ. ഇത് സൈബർ സെല്ലിൽ കൊടുക്കാനുള്ളതാണ്. ഇതിൽ വരണ അത്രയും വൃത്തികെട്ട സംഭവങ്ങള് കമന്റ് വരുന്നവരുടെയൊക്കെ പേര് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ എടുക്കും. എന്ത് ഫേക്ക് ഐ ഡി എന്ന് വന്നാലും ഞാൻ എടുക്കും. എടുത്തിട്ട് ഞാൻ സൈബർ സെല്ലിൽ കൊടുക്കും, പറഞ്ഞാൽ കൊടുക്കും. അത്രേ ഉള്ളൂ. അതിൽ പിന്നെ വേറൊരു അപ്പീലില്ല. അത് ഞാൻ കൊടുത്തു കഴിയും. അതുകൊണ്ട് ഞാൻ ഇടുന്ന ലൈവൊക്കെ ഞാൻ സ്ക്രീൻ റെക്കോർഡ് എടുത്തിട്ടുണ്ട്. കാരണം എന്താ അറിയോ, സ്ക്രീൻ റെക്കോർഡ് എടുത്ത എല്ലാവരുടെയും നമുക്ക് കിട്ടും. അത് ഏത് തരത്തിൽ കമന്റ് ഇടണോനാണെങ്കിലും അല്ലെങ്കിൽ എത്ര അധംവദിച്ചവനാണെങ്കിലും, നീ ഏതൊക്കെ ഫേക്ക് ഐ ഡി എന്ന് വന്നാലും നിന്റെ ശരിക്കുള്ള ഐ ഡി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും മോനെ. അപ്പൊ പൂട്ടാനുള്ളവരെയൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. കുറെ റിയാക്ഷൻ വീഡിയോസിൽ മെയിൻ ആയിട്ട് ഇറ്റ്സ് മീ കൈസ്, സഫീന ബീവി, പിന്നെ ആരാ വേറെ ആരൊക്കെയോ 2-3 ഉണ്ട്. തെറി വിളിക്കുന്ന ബീവി, തെറിത്താത്താന്റെ ഇടുന്നുണ്ട്. തെറിത്താത്താന്റെ ഇത് കംപ്ലൈന്റ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൈസിന് ഇട്ടിട്ടാണ് ഞാൻ പണി കൊടുക്കുന്നത്. കൈസിന് ഞാൻ ഓൾറെഡി ഞാൻ കൊടുത്തു വെച്ചിട്ടുണ്ട് അവിടെ. പിന്നെ എന്നെയും ജിനുചേട്ടനെയും കുറിച്ചിട്ട്, ജിനുചേട്ടൻ തെറിത്താത്താനെ ഇട്ട് കൊടുത്തതാണ്, നല്ല 8ന്റെ പണി കൊടുത്തതാണ്. എന്നിട്ട് അവളുടെ കാമുകനൊക്കെ ഇട്ട് ഓട്ടിച്ച് അടിച്ചതാണ്. എന്നിട്ട് അവള് പഠിച്ചിട്ടില്ല തെറിത്താത്ത. അവൾക്ക് ദുബായിൽ അപ്പം വെക്കലായിരുന്നു പണി. ഇപ്പൊ നാട്ടിൽ അപ്പം വെച്ചിട്ട് അരക്കുന്ന കീപ്പിട്ട് തളർന്നിട്ട് ബെഡിൽ മൂത്രമൊഴിച്ച് കിടക്കണവളാണ്. അവളുടെ എല്ലാ ചരിത്രം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ കൈസിന്റെ എല്ലാ ചരിത്രം എനിക്ക് കിട്ടിയിട്ടുണ്ട്. മോനെ, നീ നോക്കി വെച്ച മോനെ, നിന്റെ കുടുംബം ഞാൻ കൊള്ളുന്നുള്ളൂ. നിന്റെ കുടുംബല്ലേ, നീ ഞങ്ങളുടെ കുടുംബത്തിൽ കയറി കളിച്ചാ നിന്റെ കുടുംബത്തിൽ കയറി കളിക്കാൻ എനിക്കറിയാം. ഓക്കെ, അതിനുള്ള പണിയൊക്കെ ഷാജി നടന്നുകൊണ്ടിരിക്കണേ. ഞാൻ ഒതുങ്ങിയിരുന്നോന്ന് നീ ഒരിക്കലും വിചാരിക്കണ്ട കൈസേ. നീ എന്റെ വീഡിയോ കാണുന്നുണ്ടാവുമല്ലോ. നീ കാസർഗോഡല്ല, കണ്ണൂരല്ല, നീ ഈ ഭൂലോകത്ത് എവിടെയാണെങ്കിലും നിന്നെ പൊക്കാനുള്ള പൂട്ടാനുള്ള വഴിയൊക്കെ ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. നീ എന്റെ കുടുംബത്തിൽ കയറി കളിക്കണ, നിന്റെ കുടുംബത്തിൽ ഞാൻ കയറി കളിക്കാടാ. നിനക്കും ഉണ്ടല്ലോ അമ്മയും പെങ്ങന്മാരും ബാക്കിയുള്ളതും മറിച്ചവരും കല്യാണം കഴിഞ്ഞ് പുതുദമ്പതികളാണ്. പുതുദമ്പതികൾക്കുള്ളതൊക്കെ നമുക്ക് കൊടുക്കണ്ടേ? നീ വിചാരിച്ചു ഞാൻ എന്റെ വീഡിയോ അങ്ങോട്ട് കഴിഞ്ഞു പറഞ്ഞ നീ ഇതിന് നാളെ വേറെ കണ്ടന്റ് ആക്കിട്ട് വരും. നീ തീട്ടം ആയതുകൊണ്ട് നീ ഇത് വേറെ കണ്ടന്റ് ആക്കിയ. കാരണം നിനക്ക് ഷാജി പറയുമ്പോഴേക്ക് 2 ലക്ഷം 3 ലക്ഷം 4 ലക്ഷം നിന്റെ അക്കൗണ്ടിൽ ഡോളർ ഇങ്ങനെ വന്നോണ്ടിരിക്കണ്. ഡോളറിന്റെ പൈസ നിന്റെ അക്കൗണ്ടിൽ കയറിക്കൊണ്ടിരിക്കണ്. അപ്പൊ നീ ഞങ്ങളുടെ പല തണ്ടിത്തരം പറഞ്ഞു. പക്ഷേ നിന്നെ ഒതുക്കാനുള്ള വഴി ഞാൻ ഒതുക്കി വച്ചിട്ടുണ്ട്. എല്ലാ സംഭവങ്ങളും എന്റെ കയ്യിൽ എത്തട്ടെ, മുഴുവനായിട്ട് ഇങ്ങോട്ട് എത്തട്ടെ പറഞ്ഞിട്ട് ഷാജി വെയിറ്റിംഗിലാണ്. നീ ആലോചിച്ചോ, വെയിറ്റിംഗിലാണ് കേട്ടാ. നീ വിചാരിച്ച് ഞാൻ മറന്നു കാണുന്നു? മറക്കില്ലടാ മോനെ, മറക്കില്ല, ഒരിക്കലും മറക്കില്ല. നീ എനിക്കിട്ട് തന്ന പണിക്ക് നീ എന്റെ കുടുംബത്തിൽ കയറിയിട്ടാണ് കളിച്ചത്. എന്റെ ഉമ്മ, എന്റെ അനിയത്തിമാര്, എന്റെ സഹോദരങ്ങള്, അത് ഞങ്ങൾ കുടുംബക്കാര് തമ്മിൽ പല പ്രശ്നം ഉണ്ടാവും. പലതും ഞാൻ പറയും, പല വീഡിയോസും ഞാൻ ഇടും. നീ ആരാ അതിൽ കയറി കളിക്കാന്? നിനക്കുള്ള പണി ഞാൻ തരും. നീ എന്റെ കുടുംബത്തിലേന്നല്ല, നീ എല്ലാ പെൺകുട്ടികളുടെ കുടുംബത്തിലും കയറി കളിക്കണ്ടേ. എല്ലാ കുടുംബത്തിനും നീ വലിച്ചു വാറി കീറി ഒട്ടിക്കണ്ടേ. അതിനുള്ള പണി നിനക്ക് തരാണ്ടിരുന്ന പറ്റില്ലല്ലോ. നീ എല്ലാ പെണ്ണുങ്ങളുടെ അടുത്ത് കളിക്കണ പോലെ എന്റെ അടുത്ത് കളിക്കണ്ട നീട്ടാ. എല്ലാ പെണ്ണുങ്ങളെ പോലെ അല്ല ഞാൻ ഒന്ന് വെറൈറ്റിയാണ്. 100-ൽ 1 ഇത് കാണുള്ളൂ. അത് നീ ഓർത്ത് വെച്ച. നീ ഓർത്ത് വെച്ചതാണ് നിനക്ക് നല്ലത്. നീ വിചാരിച്ചിട്ടാവും ഞാൻ അതൊക്കെ മറന്നു, ഞാൻ അതൊക്കെ വേറെ രീതിയിൽ പോയി എന്നൊക്കെ നീ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ ഞാനൊന്നും മറന്നിട്ടില്ലടാ. ഞാൻ മറക്കോ അങ്ങനെ? നീ എനിക്കിട്ട് തന്ന പണി ഞാൻ മറക്കോടാ മോനെ. കൈസേ, മിസ്റ്റർ കൈസേ, തീട്ടം നീ കെട്ടികൾക്ക് തീട്ടം നിന്നെ കൊണ്ടുകൊടുക്കണ്ടല്ലോ. നീ മറ്റേ ഇങ്ങനെ ഉണ്ടാക്കിയ കാശ്, ഞങ്ങളിലേക്ക് വിറ്റുണ്ടാക്കിയ കാശ് നീ കെട്ടികൾക്കും നിന്റെ അനിയനിക്കും നിന്റെ ഉമ്മാക്കും നിന്റെ ഉപ്പാക്കും ഒക്കെ നീ കൊണ്ടുകൊടുക്കണ്ടല്ലോ തീട്ടം തിന്നാന്. അങ്ങനെ തീട്ടം നിന്നിട്ട് നിനക്ക് എന്താടാ കിട്ടുന്നത്? നിനക്ക് അങ്ങനെ എന്താടാ തീട്ടം നീനെ കിട്ടുന്നത്? എനിക്ക് കക്കൂസിന് തീട്ടം മാറി തിന്നല്ലേ ഇനി നല്ലത്? നിന്റെ വീട്ടിലെ കക്കൂസ് ഉണ്ടെങ്കിൽ അതിന് തീട്ടം മാറി തിന്നല്ലേ നിനക്ക് നല്ലത്? അല്ലാണ്ട് നിനക്ക് നല്ലതല്ലല്ലോ. കരിഞ്ഞിട്ടൊന്നുമില്ല, ചെറുതാക്കി വെക്കണ്ടേ. വേവട്ടേട്ടാ, ഇങ്ങോട്ട് വാ, അടുക്കളയിൽ നിന്ന് കൊണ്ട് വരും. അപ്പൊ എന്താ പറയാ, എന്തെങ്കിലും ഒരു സംഭവം എടുത്തിട്ട്
നല്ല മഴ വരുന്നുണ്ട് കേട്ടോ, നല്ല മഴയാണ്. മെസ്സേജ് ഒക്കെ വായിക്കി, മെസ്സേജ് ഒക്കെ വായിക്കാൻ സമയം കിട്ടണ്ടേ. ഇവനില്ലേ, ഇവൻ നമ്മുടെ എന്റേന്നല്ല, എല്ലാ പെൺകുട്ടികളുടെ കുടുംബത്തിലും കയറി ഇവൻ കളിക്കുന്നുണ്ട്, ചൊറിയുണ്ട്. എല്ലാവരും കൂടി, എല്ലാ പെൺകുട്ടികളും അതേപോലെ തന്നെ കുറെ അമ്മമാരുണ്ട്, കുറെ കുടുംബം നോക്കുന്ന ആൾക്കാരുണ്ട്, അവരുടെ ഒക്കെ കുടുംബത്തിൽ കയറിയിട്ട് ഇവൻ ചൊറിയുണ്ട്. ഇവനെ എല്ലാരും കൂട്ടിയിട്ടിട്ട് കൂട്ടണം. കാരണം എന്താ അറിയോ, ഇവന് നല്ല കാശുണ്ടാക്കാണ്. ഇവൻ നമ്മളെ വെച്ച് നമ്മുടെ നമ്മുടെ കണ്ടന്റ് വെച്ചിട്ട് സ്വന്തം കണ്ടന്റ് ഇവനിക്കില്ല. ഇവനിക്ക് സ്വന്തമായിട്ടൊരു കണ്ടന്റ് ഇല്ല. അതിന് ഞാൻ നിനക്ക് പറഞ്ഞുതരാണ് വഴി. നിന്റെ കെട്ടിയോളില്ലേ, നിന്റെ കെട്ടിയോളില് കൂടെ കിടക്കണത് നീ വീഡിയോ ആയിട്ട് അങ്ങോട്ട് ഇടുക. അടിപൊളി റീച്ച് ആയിരിക്കും നിനക്ക് കിട്ടാൻ പോകുന്നത്. നിന്റെ കെട്ടിയോള് കൂടെ നീ കിടക്കണില്ലേ, ഡെയിലി കിടക്കണ്ടോ അതോ ആഴ്ചയിൽ പോയി കിടക്കണ്ടോ മാസത്തിൽ പോയി കിടക്കണ്ടോ എന്ന് എനിക്കറിയില്ല. ആ കിടക്കണ വീഡിയോ നീ കണ്ട് ലൈവായിട്ട് ഇടുക. അല്ലെങ്കിൽ നീ എന്താണ് വീഡിയോ എടുത്ത് വെക്കുക, റെക്കോർഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് പിറ്റേ ദിവസം നീ അപ്ലോഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. നിനക്ക് 1 മില്യൺ 2 മില്യൺ നല്ല മില്യൺ കണക്കിന് കയറും. എന്നിട്ട് നീ കാശ് ഉണ്ടാക്കിയിട്ട് തിന്നറായി. അല്ലെങ്കിൽ നിന്റെ ഉമ്മാനെ നിന്റെ കെട്ടിയോളിനെ ആരെന്നെങ്കിലും വെച്ച് ചെയ്താൽ മതി. നല്ല പൈസ ഉണ്ടാക്കാം നിനക്ക്, നല്ല അടിപൊളിയായിട്ട് നിനക്ക്. ഞങ്ങളെ വെച്ചിട്ടുണ്ടാക്കുമല്ല, നിന്റെ ഉമ്മാനെയും കെട്ടിയോളിനൊക്കെ ആകുമ്പോൾ അടിപൊളിയായിട്ട് കയറും. നല്ല നിനക്ക് ഡോളർ വന്നുകൊണ്ടേയിരിക്കും, നിന്റെ അക്കൗണ്ടിൽ ഡോളർ വന്നുകൊണ്ടേയിരിക്കും. നിനക്ക് ലക്ഷങ്ങൾ നേടാം, ലക്ഷങ്ങളല്ല കോടികൾ നേടാം. നിന്റെ കെട്ടിയുള്ള കൂടെ കിടക്കണത് വീഡിയോ ഇടുക, വീഡിയോ ഇടുക. എന്നിട്ട് നീ ഞങ്ങളെന്ന് വെച്ചിട്ട് തിന്നിട്ട് തിന്നാണ്ടാക്കണതില്ലേ, അതിനേക്കാളി നല്ലതാണ്. നിനക്ക് ആ ഒരു റീച്ച് കിട്ടും. കെട്ടികൾ ഇപ്പൊ എന്തായാലും 4 മാസം പുതുക്കാണ്, പുതുമോടികളാണ്, പുതു ദമ്പതികളാണ്. അതുകൊണ്ട് നീ ഉണ്ടാക്കും. നീ കാസർഗോഡ് പണിയെടുത്താലും കണ്ണൂര് പണിയെടുത്താലും നീ ഏത് ഭൂലോകത്ത് പണിയെടുത്താലും എനിക്ക് നിന്നോട് പറയാനുള്ളത്, കെട്ടികളുടെ അടുത്ത് എങ്ങനെ, അല്ലെങ്കിൽ കെട്ടികൾ കൂടെ ഉണ്ടാവുമായിരിക്കും എന്തെങ്കിലും ഉണ്ട്. ഇവർക്ക് വിളിക്കുമ്പോ ഇവന്റെ ഫ്രണ്ട്സുകൾ അല്ലെങ്കിൽ ഇവന്റെ ക്ലിനിക്കിൽ ആരാണോ പണിയെടുക്കുന്നത് അവന്മാരാണ് ഫോൺ എടുക്കുന്നത്. ഫോൺ എടുത്താ ഇവൻ നാറിക്ക്, ആ നാറിക്ക് ഫോൺ എടുക്കാൻ വയ്യ. ആ നാറി ചെറ്റ അവൻ റൂമിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് 4 ചുമരിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് അവൻ വീഡിയോ. എടാ നീ പുറത്തിറങ്ങണ നാറി, പുറത്തിറങ്ങിയിട്ട് നീ കളിക്കട. നീ ആമ്പിള്ളേരെടുത്ത് കളിക്കട. നീ ആമ്പിള്ളേരെടുത്ത് കളിക്കേ. നീ ആണല്ല, നീ രണ്ടും കെട്ട സൈസാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ആ പെണ്ണിന്റെ ജീവിതേ തൊലഞ്ഞു, കെട്ടിയ പെണ്ണിന്റെ ജീവിതേ തൊലഞ്ഞു. അവൾ ഇതൊന്നും അറിയണ്ടാവില്ല. അവള് അറിയണ്ടാണോ വീഡിയോ ഇടുന്നത്? ആ നാറി പണിയെടുക്കുന്ന സ്ഥലത്ത് നിന്നാണല്ലോ ഈ വീഡിയോ ഇടേണ്ടത്. ആ പെൺകുട്ടി അതൊന്നും കാണുന്നുണ്ടാവില്ലായിരിക്കും. ഏത് പെണ്ണാണെങ്കിലും അതിന്റെ ജീവിതം തൊലഞ്ഞു. പിന്നെ നീ ഇടുന്ന വീഡിയോസിനൊക്കെ നിനക്ക് 4 ലക്ഷം 3 ലക്ഷം ഷാജി അങ്ങനെ തൊള്ള പറഞ്ഞാലേ നിനക്ക് 4 ലക്ഷം 3 ലക്ഷം. അതുപോലെ വേറെ കുറെ പെണ്ണുങ്ങളുടെ, വേറെ കുറെ അമ്മമാരുടെ. ഇപ്പൊ ആ ചാരിറ്റി മകനിക്ക് ആദ്യം കല്യാണം കഴിച്ചു കൊടുത്തു, ഇതിലെന്നെ കല്യാണം കഴിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ആ ചേച്ചി എന്തേടാ, അവർക്ക് ഒരു ജീവിതം വേണ്ടേടാ, അവര് ചാരിറ്റി നടത്തണം, അവരുടെ ലൈഫ് എന്താടാ പോയത്? നിനക്ക് മാത്രം നിന്റെ കെട്ടികളോട് കിടന്നാൽ മതിയാടാ നാറി, നിനക്ക് മാത്രം നിന്റെ കെട്ടികളോട് കിടന്നാൽ മതിയാ, അവർക്കൊന്നും കിടക്കണ്ടേ? നിനക്ക് മാത്രം കിടന്നാൽ മതിയാ? ചെറ്റ നാറി, നീ കാണിച്ചു കൂട്ടണ എന്താണ് നാറി? നീ എന്തിനാണ് ഇങ്ങനെ പൈസ ഉണ്ടാക്കുന്നത്? ഇങ്ങനെ പൈസ ഉണ്ടാക്കി നിന്റെ കെട്ടിയോൾക്ക് തിന്നാൻ കൊടുത്തു, നിന്റെ ഉമ്മാക്കും നിന്റെ അനിയനിക്കും തിന്നാൻ കൊടുത്തിട്ട് എന്തുണ്ടാക്കാനാണ് നീ? എന്തിനാടെ ഈ പെണ്ണുങ്ങളുടെ പ്രാക്കല്ലേടാ നീ വലിച്ചു കയറ്റുന്നത്? എത്രയോ പെണ്ണുങ്ങളുടെ പ്രാക്കാടാ നീ വലിച്ചു കയറ്റി തിന്നുന്നത്. ഇതൊക്കെ നീല്ലേ ലാസ്റ്റ് നിന്റെ ക്യാൻസർ സെന്ററിലാണല്ലോ നീ ഇതാക്കുന്നത്. അതേപോലെ ക്യാൻസർ വന്ന് ചാവാനേ നീയുള്ളൂ. നീ അതേപോലെ ഒരു ക്യാൻസർ വന്ന് ചത്ത ഒടുങ്ങാനേ ഉള്ളൂ. നീയും നിന്റെ കെട്ടിയോളും നിന്റെ ഉമ്മയും ബാക്കിയുള്ളവർക്കൊക്കെ അത് വന്ന് ഒടുങ്ങും. നീക്ക് ഒടുങ്ങാൻ പോണുള്ളൂ. കാരണം എന്താ അറിയോ, അത്രയും കുടുംബത്തിന്റെ ശാപം നിന്റെ മേലെ വന്ന് കിടക്കുന്നുണ്ട്. അത്രയും കുടുംബം, എന്റെ മക്കളുടെയും മാത്രമല്ല, ഈ കണ്ട ജനങ്ങളുടെ ഫുള്ള് നീ ആരിനെയൊക്കെ തിന്നുണ്ടോ അവരുടെയൊക്കെ ശാപം നിനക്ക് വലിച്ചു കയറി വരും. നീ ഇപ്പൊ നല്ല രീതിയിൽ ജീവിക്കണു, നീ ഇപ്പൊ ഡോളർ ഉണ്ടാക്കണു, നീ തിന്നണു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പെണ്ണുങ്ങളുടെ കണ്ണീരുണ്ടല്ലോ, ഈ പെണ്ണിന്റെ കണ്ണീരുണ്ടല്ലോ, പെണ്ണ് എന്ന് പറഞ്ഞ അവരുടെ കണ്ണീര് അത് ഭൂമിയിൽ വീണിട്ടുണ്ടെങ്കിൽ നീ അതിനെ അനുഭവിച്ചേ തീരും. അതും എന്നെ പോലെ, എന്റെ മക്കളെ പോലെ എത്തി മക്കളുടെ കണ്ണീരൊക്കെ വീണിട്ടുണ്ടെങ്കിൽ നീ അനുഭവിക്കും. നീ അനുഭവിക്കാൻ എവിടെയും പോയില്ല. അപ്പൊ നിനക്ക് കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. നീ മറ്റുള്ളവരുടെ പച്ചറിച്ച് തിന്നണോണ്ട് ഞാൻ പറഞ്ഞതാണ്. നിനക്ക് കണ്ടന്റ് ഇല്ല പറഞ്ഞാൽ ഇതൊരു കണ്ടന്റ് ആണ്, നിന്റെ കെട്ടിയോളം വെച്ചിട്ടുള്ള ഒരു കണ്ടന്റ് ആണ്. പിന്നെ നിന്റെ ഉമ്മാനെ വേണമെങ്കിൽ നീ കൂട്ടിക്കോ. നിന്റെ ഉമ്മാനെ, എന്റെ ഉമ്മാനൊക്കെ വിളിച്ച് സംസാരിച്ചല്ലേ, നിന്റെ ഉമ്മാനെ വേണമെങ്കിൽ കൂട്ടിക്കോ ആ പണിക്ക്. പിന്നെ നിന്റെ അനിയനുണ്ടല്ലോ ഒരുത്തൻ, അവനെ ഒന്ന് കൂട്ടിക്കോ. അവനിക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി കൊടുക്ക്. ഓഫാക്ക് മതി ഓഫാക്കിക്കോ. ഓഫാക്കടാ മതി. ഗ്യാസ് ഓഫാക്ക്. അപ്പൊ നിന്റെ അനിയന് പെണ്ണേട്ടിട്ടില്ല, അവന് പെണ്ണേട്ടാൻ പോണുള്ളൂ.
അപ്പൊ അവനിക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി കൊടുക്കുക, അവനിക്ക് ഒരു പെണ്ണിന് അല്ലെങ്കിൽ അവനിക്കും ഇതേപോലെ തുടങ്ങി കൊടുത്തിട്ട് അവനിക്ക് നല്ല കാശ് ഉണ്ടാക്കാൻ പഠിപ്പിച്ചു കൊടുക്കുക കേട്ടോ. നീ ഈ കണ്ട പെണ്ണുങ്ങളൊക്കെ തിന്ന് വെള്ളം കുടിക്കണ പോലെ അവനോടും പറയുക, നിന്റെ അനിയനോട്, നിന്റെ ഉമ്മാനോട്, നിന്റെ കെട്ടിയോളിനോട് അവളുടെ അടുത്ത് ഒരു ചാനൽ തുടങ്ങാൻ പറയും. എന്നിട്ട് നീ കാട്ടുന്ന കൂത്തിന്റെ ഇരട്ടിയായിട്ട് അവളുടെ അടുത്ത് കാണിക്കാൻ പറയും. അവളുടെ അടുത്ത് നല്ല കാണിക്കാൻ പറയും, വേറെ രീതിയിൽ കാണിക്കാൻ പറയും. നല്ല റീച്ച് കിട്ടും നിനക്ക്, നല്ല കാശ് അവളും ഉണ്ടാക്കി തരും, നീയും ഉണ്ടാക്കണ്ടല്ലോ. മറ്റു പെണ്ണുങ്ങളെ വെച്ചിട്ട് നീയും കാശ് ഉണ്ടാക്കണ്ടല്ലോ. അപ്പൊ അവരുടെ എന്താ ഷാജോ അവിടെ എന്താ നോക്കാന്? ഷിബു എവിടെ? ഷിബു അപ്പൊ കൈസേ, നിനക്ക് ഞാൻ കണ്ടന്റ് ഉണ്ടാക്കി തന്നിട്ടുണ്ട് മോനെ. കൈസേ, നീ അങ്ങോട്ട് ഉണ്ടാക്കി നല്ല നാളെ മുതൽ അങ്ങനത്തെ കണ്ടന്റുകൾ ഇടറാ, വെറൈറ്റി കണ്ടന്റുകൾ ഇട്. നിനക്ക് നല്ല ഡോളർ വരുടാ മോനെ. 4 ലക്ഷം 5 ലക്ഷം അല്ല സബ്സ്ക്രൈബർ, 1 മില്യൺ ആവൂടാ, പെട്ടെന്നാവും നിനക്ക് 1 മില്യൺ. കാരണം എന്താ അറിയോ, രാത്രി 12 മണിക്ക് ശേഷം ഇട്ടാൽ മതി കാണാൻ ആൾക്കാരുണ്ടാവേ. കുട്ടികളുള്ളവരൊന്നും കാണണ്ട അവന്റെ ചാനല്. അവന്റെ കെട്ടികളുടെയും മറ്റവന്റെ സീനാണ് അവൻ കാണാൻ പോണത്. അത് സീനായിരിക്കും നിങ്ങൾ കാണാൻ പോണത്. എനിക്ക് ഞാൻ കണ്ടന്റ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി കണ്ടന്റാ. കണ്ടന്റ് ഇല്ലാത്തോണ്ടേ, മറ്റുള്ളവരുടെ നീ പച്ചരിച്ച് തിന്നണ കണ്ടന്റ് മാത്രം ആയതുകൊണ്ട് ഞാൻ നിന്നോട് പറഞ്ഞതാ. നിനക്ക് അടിപൊളി കണ്ടന്റ് ആണ് അത്. പുതുമോടി ആവുമ്പോ നല്ല കണ്ടന്റ് കിട്ടും, പഴയതാവുമ്പോ കുറച്ച് വീക്കായി പോകും. ഇത് പുതിയതായതുകൊണ്ട് നല്ലത് കിട്ടും. അപ്പൊ കാണാൻ ആഗ്രഹമുള്ളവരൊക്കെ ഇറ്റ്സ് മീ ഗൈസിന്റെ 2ാമത്തെ ചാനൽ പോയിട്ട് അവനും അവന്റെ കെട്ടിയോളും കിടക്കുന്നത് ചാനലാണ് അവൻ അടുത്ത് തുടങ്ങാൻ പോകുന്നത്. അടുത്ത ചാനൽ അവന്റെ അതായിരിക്കും. അതിൽ അടിപൊളിയായിട്ടുള്ള കണ്ടന്റുകൾ വരും. എല്ലാരും കയറി കാണുക. 12 മണിക്ക് ശേഷമാണ് അവൻ അപ്ലോഡ് ചെയ്യുക. അത് കാണുക കേട്ടാ. തീട്ടം നീനി കൈസേ അത് കാണിച്ചു കൊടുക്കട്ടെ എല്ലാവർക്കും. കൈസേ നാറി കൈസേ എല്ലാവരും കഴിഞ്ഞു. ഇപ്പൊ ആ ചാരിറ്റി നടത്തുന്ന ആ ചേച്ചിന്റെ തലയിലായി. ആ ചേച്ചിനെ കഴിഞ്ഞ അടുത്ത ചേച്ചിമാരുടെ. ഏത് ചേച്ചിയാണോ ഇതാക്കുന്നത്, ഏത് താത്തയാണോ ഇതാക്കുന്നത്, കണ്ടന്റ് ഉണ്ടാക്കുന്നത്, ഏത് ഇന്റർവ്യൂ ആണേ പുറത്തിടുന്നത്, അതിനും പൊക്കാൻ വേണ്ടി നിൽക്കുന്ന അറിയ. അതിനെക്കാട്ടി വലിയ വളം ഇല്ലേ, മറ്റേ പാശൂടണ വളം, അത് പോയി വാരിയിട്ട് പൈസ ഉണ്ടാക്കണം. അവിടെ വല്ല അവിടെ താഴ്ത്തിരിക്കും, അവിടെ പോയിരിക്കും, അവിടെ പോയിരിക്കും, എല്ലാരും ഉള്ളു പോയിരിക്കും. മഴ പെയ്യുന്ന കാണില്ലേ, അവിടെ പോയിരിക്കും. അപ്പൊ ഈ വളമൊക്കെ ഉണ്ടല്ലോ, പച്ച വളം, അതൊക്കെ അല്ലേ അതിന്റെയൊക്കെ നല്ല കിട്ടും. പശു അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ടാവും. അതൊക്കെ നീ വാരിയിട്ട് കൊണ്ടുപോയി വിക്ക്, അല്ലെ നിന്റെ കക്കൂസ് വാരി, നിനക്ക് നല്ലത് കിട്ടും. 2-3 മീനുണ്ട്, അത് ഞാൻ പൊരിക്കട്ടെ? വേണ്ട, നീ ഒന്നും ചെയ്യണ്ട, ഞാൻ പൊരിച്ചോണ്ട്. നീ നിന്റെ പണി നോക്കിട്ട് പോ ചോറിന്. ഇപ്പൊ മീൻ പൊരിച്ചത് കൊണ്ട് ചോറിന് പോയിട്ട് ഗ്യാസിന്റെ അടുത്തേക്ക് പോയാൽ നിനക്ക് അടിയാണ്. അപ്പൊ അത്രയൊക്കെ ഉള്ളു പറയാന്. മെയിനായിട്ട് അതാണ്. അവൻ വിചാരിച്ചിട്ടുണ്ടാവും നമ്മള് വെറും മപ്പുകളാണ്. അവന് പറയുന്നതിനൊന്നും. എടാ നാറിയ, നിന്നെയൊക്കെ എത്ര ആൾക്കാർ അടിക്കാൻ വന്നതാടാ, എന്നിട്ട് നീ അപ്പുറത്ത് കൂടെ ഇറങ്ങി ഓടിയതല്ലേടാ നാറിയെ. ആമ്പിള്ളേര് അടിക്കാൻ വന്ന നിന്ന അടി അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചിട്ട് ജയിക്കണടാ. അതിന് നിന്നെ കൊണ്ട് കഴിയില്ല. കാരണം നീ 9 ആണല്ലോ. നീ 2ഉം കെട്ട് സൈസാണായതുകൊണ്ട് നിന്നെ കൊണ്ട് അത് കഴിയില്ല. അതാണ് മെയിൻ ഇത്. പിന്നെ എന്താ പറയാനുള്ളതെന്ന് വെച്ചാല്, നീ കണ്ണൂരല്ല കാസർഗോഡല്ല, നീ എവിടെയാണോ വർക്ക് ചെയ്യണത് അതുപോലെ നീ ഫോൺ എടുക്കാൻ പഠിക്കും. നിന്റെ ഫോണില്ലേ, നിന്റെ അറ്റ്ലീസ്റ്റ് നിന്റെ നമ്പർ 2 നമ്പറിലേക്ക് വിളിക്കണ്ടല്ലോ. ഈ 2 നമ്പറും നീ നാറിയേ, നിനക്ക് പേടിച്ചിട്ടാണ് നീ ഫോൺ എടുക്കുക. പെണ്ണുങ്ങളുടെ ഫോണും കൂടി നിനക്ക് എടുക്കാൻ പേടി ഉണ്ടെങ്കിൽ പിന്നെ നീ ആമ്പിള്ളേരായിട്ട് മുട്ടോടാ. നീ ആമ്പിള്ളേരായിട്ട് മുട്ടില്ല. കാരണം എന്താണ്, നീ ആണല്ല. 2ഉം കെട്ട സൈസ് ആയതുകൊണ്ട് നീ ആണല്ലാത്തതുകൊണ്ട് നീ മുട്ടില്ല. പിന്നെ എനിക്ക് നിന്നോട് പറയല്ലേ, സംസാരിക്കാൻ പഠിക്കടാ. കള 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 കളന്ന് പറഞ്ഞിട്ട് പോണു. എന്ത് സംഭവം ഇത്? നീ പറന്ന് എന്റെ ആട് പട്ടക്കൊട്ടയില് ഇതിടുന്ന പോലെയാണല്ലോ നിന്റെ വർത്താനം. മനസ്സിലാവണില്ലടാ നിന്റെ വർത്താനം. നീ എന്താ പറയണെന്ന് തന്നെ ഞങ്ങൾക്ക് അറിയണില്ല. അതുകൊണ്ട് സംസാരിക്കാൻ ആദ്യം പഠിക്ക്. പിന്നെ നിനക്ക് ആരാണോ പെണ്ണ് തന്നത് അവരുടെയൊക്കെ ലൈഫ് പോയി. നിനക്ക് പെണ്ണ് തന്ന ആൾക്കാരുടെ ലൈഫ് പോയി. കാരണം എന്താ അറിയോ, 6 ചെറ്റയ്ക്കാണ് പെണ്ണ് കൊടുത്തിരിക്കുന്നത്. 6 ചെറ്റ പറഞ്ഞാൽ 6 ഭൂലോക ചെറ്റ. കാരണം അവനിക്ക് പെങ്ങന്മാരില്ല. ഉമ്മ പെങ്ങന്മാരിന്റെ സ്നേഹം അല്ലെങ്കിൽ ഉമ്മ പെങ്ങന്മാരിന്റെ ഇതറിയാത്തോണ്ടാണ് അവൻ ആ നാറി അങ്ങനെ പറയുന്നത്. പിന്നെ നീ ഇത്ര വലിയ പുണ്യാളത്തി നീ ഉമ്മ. എടാ എന്റെ വീട്ടില് പലതും നടക്കൂടാ. എന്റെ വീട്ടിൽ എന്റെ ഉമ്മ, എന്റെ അനിയത്തിമാര്, എന്റെ കുടുംബക്കാര് എല്ലാവരും അടി നടക്കും. അത് എന്റെ നാട്ടില് എന്റെ കുടുംബം, എന്റെ വീട്ടിൽ. നീ ആരാടാ അത് ചോദിക്കാന്? നീ എന്താ എന്റെ വാപ്പേ എന്നോട് ചോദിക്കാന്? അല്ല നീ എന്റെ ആങ്ങളെ? നാട്ടിലുള്ള എല്ലാ പെണ്ണുങ്ങളെ ഒതുക്കാനും നാട്ടിലുള്ള ഈ എന്താണ് ഓൾ ഇന്ത്യയിൽ നീ എല്ലാ പെണ്ണുങ്ങളെയും ഒതുക്കാൻ നീ ആരാടാ മോനെ? കൈസേ, നീ അതിന് മാത്രം വളർന്നോടാ കൈസേ? നാറി കൈസേ, നിനക്ക് കുറച്ച് 6 ചെറ്റ ഫ്രണ്ട്സുകളും 6 ചെറ്റ ആൾക്കാരും ഉണ്ടാവും. വീഡിയോസ് അയച്ചു തരാനും അതാക്കാനും ഇതാക്കാനും ചെയ്യും. ഒന്നിനും അമ്മയും പെങ്ങന്മാരും ഇല്ലാത്ത ജന്തുക്കളാണ്. അമ്മയും പെങ്ങന്മാരും ഉണ്ടെങ്കിൽ അമ്മന്റെ കൂടെ കിടക്കുന്ന ആൾക്കാരായിരിക്കും ഇതൊക്കെ. ആ സൈസിലുള്ള ആൾക്കാരാവുമ്പോ അങ്ങനെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അതിന്റെ വില എന്താണെന്നോ ഇതൊന്നും അറിയില്ല. പിന്നെ
നീ എന്റെ ഉമ്മാനെ വിളിച്ച് എന്റെ ഉമ്മാന്റെ അടുത്ത് നോണ്ടീനെ കാട്ടിയും നിനക്ക് പണി വരൂടാ മോനെ. നിനക്കില്ലടാ ഉമ്മ, അമ്മ, അച്ഛൻ, നിന്റെ അനിയൻ, നിന്റെ ഭാര്യ, ഏ ഒക്കെ ഉണ്ടല്ലോ അല്ലെ? എല്ലാരും ഉണ്ടല്ലോ അല്ലെ? നിന്റെ കുടുംബത്തിലും ഉണ്ടല്ലോ അല്ലെ? അതൊക്കെ അവർക്കൊക്കെ തിന്നാൻ കൊടുക്കണതൊക്കെ ഞങ്ങളുടെ പച്ചിറച്ചിന്റെ പൈസ അല്ലടാ നീ കൊടുക്കണത്. ചെറ്റേ എനിക്ക് നിന്നോട് പറയാനുള്ളത്, ആ പച്ചിറച്ചിന്റെ പൈസ കൊടുത്തിട്ട് എടാ അവർക്കൊന്നും ദഹിക്കില്ലടാ സംഭവം. നീ നീ എന്താണ് റീച്ച് കൂട്ടുക, ട്രെൻഡിങ്ങിൽ വീഡിയോസ് വരുത്തുക, ഷാജി ഇങ്ങനെ, ഷാജി അങ്ങനെ ഇങ്ങനെ പറയുമ്പോഴേക്കും നിനക്ക് ട്രെൻഡിങ്ങിലാണ് വീഡിയോ. നിന്റെ പൈസ നിനക്ക് ഇങ്ങനെ ബാക്കിയില്ലാത്തവർക്ക് എന്താ പറയാ, നല്ല കുറെ യൂട്യൂബേഴ്സ് ഉണ്ട്, അവർക്കൊന്നും ഇല്ലാത്ത വ്യൂസ് ആണ് നിനക്ക് കിട്ടുന്നത്. റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്, അവർക്കൊന്നും കിട്ടാത്ത വ്യൂസ് ആണ് നിനക്ക്. കാരണം എന്താ അറിയോ, നീ അങ്ങനെയാണ്, നീ ചെറ്റയാണ്. കാരണം ഒരുത്തിനെ വിട്ടാ ഒരുത്തിനെ ആരാണോ വായ തുറക്കണത് അവരുടെ വീഡിയോ എടുത്ത് കണ്ടന്റ് ആക്കിയിട്ട് സ്വന്തമായിട്ട് ഒരു തീരുമാനമോ സ്വന്തമായിട്ട് ഒരു കണ്ടന്റോ ഇല്ലാത്ത ചെറ്റയാണ് നീ.